എട്ടാമത്തത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് കുറച്ച് കുഞ്ഞു തിയറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമതൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഗ്രാം എന്ന് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ രണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സമ്മാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടിയാണത്, അല്ലേ? അപ്പോൾ അതിനാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എഴുതുന്ന ആളിനെ എന്ത് പറയും? പ്രോഗ്രാമർ എന്ന് പറയും. പിന്നെ അവർക്ക് എന്താണ് ഇഷ്ടമുള്ള ഒരുപാട് അവർ എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ് സി, C++, ജാവ, പൈതൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്തുണ്ട് ഇത് എന്താണ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മതി. ഏത് ലാംഗ്വേജിലാണോ നമ്മൾ എഴുതുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അവിടെ ലാംഗ്വേജിൻ്റെ കേസിലെ ഡെഫിനിഷനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ലോ ലെവലിനെയാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്, പിന്നെ അസംബ്ലി ലാംഗ്വേജ് വരും. ഹൈ ലെവലിൽ ബാക്കിയെല്ലാം വരുന്നത്, അല്ലേ? മെഷീൻ ലാംഗ്വേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറി അന്ന് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബിറ്റ്, ഈ ഒരു 0 അല്ലെങ്കിൽ ഈ ഒരു സാധനത്തെ നമ്മൾ ഒരു ബിറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു ബിറ്റാണ്. 1 എന്ന് പറയുന്നതും ഒരു ബിറ്റാണ്, ഏറ്റവും ലോവസ്റ്റ് ഫോം. അപ്പോൾ എന്തുണ്ട്? അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമാണ്. ഈ ബിറ്റിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്ന അതിൻ്റെ ഫുൾ ഫോം. ബൈനറി ഡിജിറ്റാണ് ബിറ്റിൻ്റെ ഫുൾ ഫോം. 4 ബിറ്റ് ചേരുമ്പോഴത്തേക്ക് എന്താവും? ഒരു നിബിളാവും. ഇത് എക്സാം ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയത്. 8 ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഓക്കെ, അടുത്തത് അപ്പോൾ എന്താണ്? മെഷീൻ ലാംഗ്വേജ് വരുന്നുണ്ട്. മെഷീൻ ലാംഗ്വേജിനകത്ത് 0ഉം 1ഉമാണ് വരുന്നത്. ഓരോ 0 അല്ലെങ്കിൽ ഒരു 1നെ നമ്മളൊരു ബിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അസംബ്ലി ലാംഗ്വേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എന്താണ്, ഇപ്പം ഇവിടെ 0 ഒന്നാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഇവിടെ കുഞ്ഞു കോഡുകളായിരിക്കും. ഇപ്പം അഡിഷൻ നമ്മൾ ആഡ് എന്നായിരിക്കും പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ സബ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറച്ച് കുഞ്ഞു കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? അസംബ്ലി ലാംഗ്വേജ് എഴുതിയിരിക്കുന്നത്. ഈ കുഞ്ഞു കോഡുകളെ പറയുന്ന പേരാണ് MNE, ന്യൂമോണിക്സ്. സ്പെല്ലിങ് ഞാൻ പറഞ്ഞു, MNE MONICS ആണോ നോക്കട്ടെ. ന്യൂമോണിക് MNE MONIC, അത് ന്യൂമോണിക്. ഓക്കെ, പിന്നെ മീഡിയം ലെവൽ അതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമൊന്നുമില്ല, വിട്ടാരെ. ഹൈ ലെവൽ ലാംഗ്വേജസ്, ബാക്കി ലാംഗ്വേജസ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, യൂസറിന് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ബേസിക്, C, ഫോർട്രാൻ, ജാവ, പൈതണൊക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. നമ്മളിപ്പോൾ ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കിടന്ന് പഠിക്കാൻ നിൽക്കേണ്ട. ഇനി പഠിക്കാൻ പറ്റുമെന്നുള്ളവർ പഠിക്കുക. എന്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്രാൻ, അതിൻ്റെ ഫുൾ ഫോം, ഫോർട്രാൻ്റെ ഫുൾ ഫോം ഫോർമുല ട്രാൻസ്ലേഷൻ. ആൻഡ് എന്തിനാണത് ഉപയോഗിക്കുന്നത്? കാൽക്കുലേഷൻ പർപ്പസിന്. ഇതെല്ലാവരും പഠിക്കുക. കമ്പനി പഠിക്കാൻ പറ്റുന്നവർ മാത്രം പഠിക്കുക. ഇപ്പോൾ കമ്പനി കുറച്ച് സാധനത്തിൻ്റെ കമ്പനി അങ്ങനെ മെൻഷൻ ചെയ്യാറുള്ളൂ. ദാണ്ട് ഇതൊരെണ്ണമുണ്ട്, IBMൻ്റെയാണ് ഫോർട്രാൻ. IBM ആണ് ഡെവലപ്പ് ചെയ്തത്. ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ എന്താണ്? അൽഗോളിൻ്റെ ഫുൾ ഫോം അൽഗോരിതമിക് ലാംഗ്വേജ്. സയൻറ്റിഫിക് പർപ്പസിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട്. പിന്നെന്താണ്? ഇത് വേണ്ട, വേണമെങ്കിൽ പഠിച്ചോ, ഞാൻ മെയിനായിട്ടുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ലിസ്പ് എന്ന് പറയുമ്പം AIൻ്റെ ലാംഗ്വേജാണ്. ലിസ്റ്റ് പ്രോസസ്സിങ്. ഇതുപോലത്തെ വേറൊന്നും കൂടെ ഉണ്ട്, പ്രൊലോഗ്, PROLOG. പ്രൊലോഗും ലിസ്പും ഇവരൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ 5th ജനറേഷനകത്ത് വരുന്ന സാധനങ്ങളാണ്. ലിസ്പും പ്രൊലോഗും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് AI പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ആരാണ്?
MIT ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത കോബോൾ എന്ന് പറയുമ്പോൾ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. സ്ഥിരം എക്സാം ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബിസിനസ് മാനേജ്മെൻറ്റിനാണ്. വേണ്ട, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളവർക്ക് പഠിക്കാം. അടുത്ത ബേസിക്കിൻ്റെ ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് വൃത്തിയായിട്ട് കാണാതെ പഠിക്കുക. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെയാണ്. എന്താണ് പാസ്കലുണ്ട്. പാസ്കൽ ഇതൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല, പാസ്കൽ വേണ്ട. അടുത്തത് കണ്ടുപിടിച്ചതും വേണ്ടി വരില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സി വേണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സി വേണം. സി എന്ന് പറയുമ്പോൾ പക്ഷേ സിയിൽ പഠിക്കാനുള്ളത് ഇത് വേണ്ട. ഡെന്നിസ് റിച്ചി ആരാണ് കണ്ടുപിടിച്ചത്? ഡെന്നിസ് റിച്ചിയാണ് സീൻ്റെ ഫൗണ്ടർ. സി ലാംഗ്വേജിൻ്റെ ഫൗണ്ടർ ഡെന്നിസ് റിച്ചി അറ്റ് ബെൽ ലാബ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. C++ കണ്ടുപിടിച്ചത് ബിജോൺ സ്ട്രോസ്ട്രപ്പും അതും ബെൽ ലാബാണ്. C++ഉം 2 ആൾക്കാരാണ് കണ്ടുപിടിച്ചത്. ഒരേ ലാബോറട്ടറി ആണെങ്കിൽ 2 ആൾക്കാരാണ്. അടുത്ത പൈതൺ ആരാന്ന് വേണം, ഗൈഡോ വാൻ റോസം. ജാവ വേണം, ജെയിംസ് ഗോസ്ലിംഗ് ആണ്, സൺ മൈക്രോ സിസ്റ്റംസ്, അതും വേണം. ജാവ സ്ക്രിപ്റ്റ് ബ്രെൻഡൻ ഏക്ക്. ജാവാസ്ക്രിപ്റ്റും 2 ലാംഗ്വേജസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെവിടെയായിരുന്നു? റിവിഷനകത്തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ജാവ എന്ന് പറയുന്നതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുമാണ്. ജാവ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എവിടെ ഉപയോഗിക്കുന്നത്? വെബ് ഡിസൈനിങ്ങിനകത്താണ് ഉപയോഗിക്കുന്നത്. വെബ് ഡിസൈനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTMLനകത്ത് എന്ത് പറ്റത്തുള്ളൂ, നമുക്കൊരു വെബ് പേജിൻ്റെ ബേസിക് സ്ട്രക്ചർ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഒരു ജസ്റ്റ് ഇപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു ടേബിളുണ്ട്, ഒരു ടേബിളിനകത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചുമ്മാതൊക്കെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ടേബിൾ കണ്ടോ, നമ്മളിപ്പോൾ HTML വെച്ച് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഇതേപോലെ കിട്ടത്തില്ല. ഇത് കണ്ട് ഇവിടെ നോക്കിയേ, ഈ വരയില്ല, ഇങ്ങനൊരു വരയില്ല, ഒരു വേറൊരു ഫോർമാറ്റാണ്. ഈ എൻഡിലുള്ള ലൈൻസ് ഒന്നുമില്ല, ക്രോസ് ലൈൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതെന്താ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബേസിക് HTML വെച്ചാണെങ്കിൽ ഈ കുന്തങ്ങളെല്ലാം വരും. ഓക്കെ, പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ആ HTMLനെ എന്ത് ചെയ്യും, നമ്മൾ അഡീഷണലായിട്ട് പ്രോഗ്രാം ചെയ്ത്, അല്ലെങ്കിൽ ആ HTMLൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സപ്പോസ് ഇപ്പോൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ എന്തൊക്കെയുണ്ട്, ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ പല വെബ്സൈറ്റുകളും ഓഫർ ചെയ്യുന്നുണ്ട് എന്താണ്, ഓൺലൈൻ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഓൺലൈൻ EMI കാൽക്കുലേറ്റർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് കണ്ട, ഇതെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു വെബ്സൈറ്റിനകത്ത് അവർ എന്ത് ചെയ്തിരിക്കുന്നതാണ്, പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ്. വെബ്സൈറ്റിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഇപ്പോൾ ഇതുണ്ട്, ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ഇത് ഒരു വെബ്സൈറ്റിനകത്ത് കോഡ് ചെയ്തേക്കോട്, ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് വെബിനകത്ത് കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് എന്ത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. മറ്റേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സാധാരണ ഒരു ജനറൽ പർപ്പസിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത പിന്നെ എന്താണ്, പിന്നെ കുറച്ച് ടേംസ് ആണ്. പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കമൻസ് നമുക്ക് പറയാൻ പറ്റും. കമൻസ് എന്ന് പറയുമ്പോഴേ ഇപ്പോൾ സാധാരണ നമ്മളാരും ഉപയോഗിക്കാറില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ കമൻസ് യൂസ് ചെയ്യണം. അതിനകത്ത് കമൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ലാംഗ്വേജസിനകത്തും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ എഴുതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മേലെയോ താഴെയോ എന്തെങ്കിലും ഒരു കമൻ്റ് എഴുതി വെച്ചേക്കണം. കാരണം ഈ ഫങ്ഷൻ ഇന്ന പർപ്പസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവണം ഇതെന്താണ് അവിടെ കാണിച്ചു. ഇപ്പം സപ്പോസ് നമ്മളൊരു പകുതി വഴിക്കൊരു പ്രോജക്റ്റ് ഇട്ടിട്ട് പോയിട്ട് ബാക്കി ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവണ്ടേ. അപ്പോൾ അതിനുവേണ്ടി കമൻറ്റുകൾ യൂസ് ചെയ്യണം. എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ, ഹൗ ദ സോഫ്റ്റ്വെയർ ഈസ് റിട്ടൺ.
അത് പറയുന്ന സാധനം അതിന് നമ്മൾ പറയുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. റൈറ്റിംഗ് കമൻറ്റ്സ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സിമ്പിൾ ഡെഫിനിഷൻ അതാണ്. റൈറ്റിംഗ് കമൻറ്റ്സ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ അതിൻ്റെ അവിടുത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ജസ്റ്റ് നമ്മളിപ്പോൾ കോഡിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ സപ്പോസ് ഞാൻ ചിലപ്പോൾ എക്സ് എന്ന് വേരിയബിൾ കൊടുക്കും, വേറെ ആൾ ചിലപ്പോൾ വേണമെങ്കിൽ PQR എന്നൊക്കെ ഇട്ട് കളയും. അയാൾക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കംഫർട്ടബിൾ. അല്ലെങ്കിൽ ഷിബു എന്നൊക്കെ ഇട്ട് എന്താണ് ഇൻറ്റ് ഷിബു =0 എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഷിബു ആരാന്നൊക്കെ അപ്പം നമ്മളിപ്പോൾ എഴുതി വയ്ക്കുക എന്തിനാണ് ഞാൻ ആ പർപ്പസ് അത് യൂസ് ചെയ്ത്, എന്തിനാണ് ആ വേരിയബിൾ എന്തിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതാണ് പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എന്ന് പറയും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലാംഗ്വേജസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ്. അപ്പോൾ C എന്ന് പറയുന്നത് നോർമൽ ആദ്യം ഇറങ്ങിയ സാധനമാണ്. പക്ഷേ C++ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻ്റ് ആണ്. ഇപ്പോൾ ഉള്ള എല്ലാ ലാംഗ്വേജും ഒബ്ജക്റ്റ് ഓറിയൻ്റ് ആണ്. കാരണം അവിടെ എല്ലാത്തിനെയും അത് ഭയങ്കര ഒരു ഭ്രാന്ത് പിടിച്ച ഏരിയയാണ്, ഒരു വൃത്തിയായിട്ട ഏരിയയാണ് ഈ ഊപ്പ്. ഒബ്ജക്റ്റും ക്ലാസ്സുമായിട്ടായിരിക്കും ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളെയും ഒരു ഒബ്ജക്റ്റും ക്ലാസ്സുമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പോലെ ഒരു ക്ലാസ് റൂം സങ്കല്പിച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, അപ്പോൾ അത് വേണ്ട, വേറെ പറയാം. ഇപ്പോൾ ഓക്കെ, വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിരിക്കും. വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു കോമൺ സാധനമാണ് ക്ലാസ്. വെഹിക്കിളിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് വരുന്നത്, ബൈക്ക്, കാറ്, ബസ്. ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വേരിയേഷൻസ്, അതിൻ്റെ പല ഫോംസാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയാനായിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഡീപ്പായിട്ട് പോകണ്ട. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന് വെഹിക്കിൾ എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി ബൈക്കിനും ഉണ്ട്, കാറിനും ഉണ്ട്, ബസ്സിനും ഉണ്ട്. എല്ലാം വാഹനങ്ങളാണ്. 2 വീലർ 3-4 വീലർ അങ്ങനെ മൈൻഡ് ചെയ്യണ്ടെങ്കിൽ എന്നാലും എല്ലാം ഒരു വെഹിക്കിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ എല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ വെഹിക്കിളിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും അത് ബാധകവും ആവും. അപ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആവാൻ ഉള്ള ഏരിയ ഉണ്ട്. ജസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് ഫുൾ ഫോം ആയത് നോക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ, ഏറ്റവും ബേസിക് ഡെഫിനേഷൻ, ഇറ്റ് ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്നാണ് പറയുന്നത്. അടുത്ത ഡീബഗ്ഗിങ്. ബഗ് എന്താണ്? ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ സംഭവിക്കുന്ന എററുകളെയാണ് ബഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിനകത്ത് സപ്പോസ് നമുക്ക് എന്തൊക്കെ വരാം, ഇപ്പോൾ സപ്പോസ് ഞാൻ എഴുതിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമ്മ് എഴുതാനുള്ള പ്രോഗ്രാമാണ് ഞാൻ എഴുതിയത്. ഞാൻ A+B ഇടുന്നതിന് പകരം എനിക്ക് എന്ത് പറ്റി, A*B ആയിപ്പോയി. അപ്പോൾ ഇതെന്താണ്, അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടത്തില്ല. എൻ്റെ പ്രോഗ്രാമിൽ എന്ത് പറ്റി, എറർ പറ്റി. അപ്പോൾ ആ എററിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനെ എന്താണ്, ആ എററുകളെ കണ്ടുപിടിച്ച് പ്രോഗ്രാം കറക്റ്റ് ചെയ്യുന്നതിന് എന്ത് പറയും, ഡീബഗ്ഗിങ് എന്ന് പറയും. ബഗ് എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് അവരെന്തായാലും കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ സംഭവം എന്താണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു വണ്ട്, ഒരു ജീവി, ഒരു പ്രാണി, എന്തായാലും പറയാൻ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് കയറി അതിനകത്തിരുന്ന് കരിഞ്ഞ് ഉണങ്ങിപ്പോയി. അങ്ങനെ ആ ഒരു ബഗ് തന്നെ അവർ പിന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ കേസ് ഞാൻ ഇപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. അസംബ്ലർ, ഇൻ്റർപ്രറ്റർ എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ പറഞ്ഞ പോലെ എന്തുണ്ട്, ലാംഗ്വേജസിനും ജനറേഷനുണ്ട്. നമ്മൾ സിമിലർ തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷനിൽ എന്താ വരുന്നത്, മെഷീൻ ലാംഗ്വേജ് വരുന്നു. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജിനകത്ത് ആരാ വരുന്നത്, അസംബ്ലി ലാംഗ്വേജ്. തേർഡ് ജനറേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന്, ബേസിക്, കോബോള്, ജാവയൊക്കെ വരുന്നത് തേർഡ് ജനറേഷനിലാണ്. പിന്നെ വരുന്നതാണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മുടെ സിമിലർ ടു ഹ്യൂമൻ ലാംഗ്വേജ് ഏതാണ്, നമ്മുടെ പൈതണൊക്കെ വരുന്നത് ഫോർത്ത് ജനറേഷനിലാണ് വരുന്നത്. ആൻഡ് ഫിഫ്ത്ത് ജനറേഷനിൽ എന്താ വരുന്നത്,
നമ്മുടെ കുറച്ചുകൂടെ വിഷ്വൽ ടൂൾസൊക്കെ നമ്മുടെ 3D AI 3D ഈ അങ്ങനെ അതൊക്കെ വരുന്ന എവിടെയാണ് വിഷ്വൽ ബേസിക് ഈസ് ആൻ എക്സാമ്പിൾ വിഷ്വൽ ബേസിക് ആവട്ടെ. അപ്പോൾ ഇത് വിഷ്വൽ ബേസിക് എന്ന് പറയുന്നത് 5th ഇതിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോണേ. വിഷ്വൽ ബേസിക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 5th ജനറേഷൻ ലാംഗ്വേജ്. ബാക്കി ഞാൻ പറഞ്ഞ് ക്യൂസിയിൽ നിന്ന് കിട്ടും. ഓക്കെ, അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്ക് അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രോഗ്രാമിൽ കാണിക്കുന്നതിന് മണ്ടത്തരമാണ്. എല്ലാവരും നേരെ പോയിട്ട് കോഡിങ്ങാണ് പഠിക്കുന്നത്. പക്ഷേ ഞാൻ പറയും എപ്പോഴും അൽഗോരിതം വേണം ആദ്യം പഠിക്കാനുള്ളത്. കാരണം ആദ്യം ഒരു പ്രോഗ്രാം എഴുതുന്നതിന് ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. ഓക്കെ, എന്താണത്, എങ്ങനെയാണത് എഴുതുന്നത്, നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തൊക്കെ വേരിയബിൾസ്, നമുക്ക് എന്തൊക്കെ ലെറ്റേഴ്സ് നമ്മളിപ്പോൾ എഴുതത്തില്ല, നമ്മൾ എക്സ് വൈ ഒക്കെ എടുക്കത്തില്ലേ. അപ്പോൾ അതുപോലത്തെ എത്ര വേരിയബിൾസ് എനിക്കിവിടെ ആവശ്യമുണ്ട്, എന്താണ് ആദ്യം ചെയ്യാനുള്ളത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അവസാനം എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇങ്ങനെ നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിനെ നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഇപ്പോൾ ഞാനിപ്പം സമ്മിൻ്റെ ഒരു അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ഒരു സം കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് എന്ത് വേണം, 3 വേരിയബിൾ വേണം. ഞാനിപ്പം എക്സും വൈയും സമ്മും എടുത്ത്, ഒരു വേരിയബിളായിട്ട് എടുത്ത്, എന്നിട്ട് ഇൻപുട്ട് 2 നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് എക്സ് വൈ 2 നമ്പർ ഇൻപുട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാൽക്കുലേഷൻ വേണം. സം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടെ ആഡ് ചെയ്ത് സമ്മിനകത്തോട്ട് വയ്ക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് അത് തന്നെ പ്രിൻറ്റ് സം. ഇതിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റെപ്പ് 1 ഇത്ര സ്റ്റെപ്പായത് 1 2 3 4 5 ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ സ്റ്റോപ്പ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജിലോട്ടാണെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റും. കാരണം അൽഗോരിതം എല്ലാത്തിനും ഒരുപോലെ. അൽഗോരിതം കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ CPPയിൽ ഇൻപുട്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഇനി വേറെ പൈതൺ പഠിക്കുവാണെങ്കിൽ പൈതണിനകത്ത് ഞാൻ ഇൻപുട്ട് എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ ഇവിടെ പ്രിൻറ്റ് പറയുമ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ ഞാൻ പറയും CPPയിൽ പ്രിൻറ്റ് ചെയ്യാൻ C ഔട്ട് എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മറന്നു ഇവിടെ. ഇപ്പോൾ PHPയിലാണെങ്കിൽ എക്കോ, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എക്കോ എന്ന് പറയുന്ന ഒരു കീവേഡ് PHPയിൽ ഉപയോഗിക്കുന്നത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PHPയിൽ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് എക്കോ. അല്ലെങ്കിൽ ഒരു കോഡാണ് എക്കോ, ECHO. അപ്പോൾ ജസ്റ്റ് അൽഗോരിതം നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതിനാണ്. ഇനി അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യും. കാരണം അതിനിങ്ങനെ സംഭവം ഞാൻ മറന്നു. ഇപ്പം സ്റ്റാർട്ടിനാണെങ്കിൽ ഓവൽ ഷേപ്പാണ് സ്റ്റാർട്ട്, അത് കഴിഞ്ഞ് ആരോ മാർക്ക് ഇട്ടിട്ട് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളാണ് വരുന്നത്. അല്ല മറന്നു വേടാ, ആണോ, അല്ലല്ല പാരലോഗ്രാമാണ്. ഇൻപുട്ടിന് പാരലോഗ്രാം അങ്ങാണ്ട മറന്നു പോട്ടെ. അപ്പോൾ ഇൻപുട്ട് ഇത് സാധനങ്ങൾ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രോസസ്സ് നടക്കണം. പ്രോസസ്സ് നടക്കുന്നത് റെക്റ്റാങ്കിൾ വരും. പിന്നെ ഔട്ട്പുട്ടിനും പാരലോഗ്രാമാണ്. പിന്നെ സ്റ്റോപ്പ് വീണ്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ എഴുതിയ സാധനത്തിനെ വിഷ്വലി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്ത് പറയും, ഫ്ലോ ചാർട്ട് എന്ന് പറയും. എററിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നു. കമ്പ്യൂട്ടറിലുണ്ടല്ലോ പ്രോഗ്രാമിലുണ്ടാകുന്ന എററിന് എന്തെന്ന് പറയും, ബഗ് എന്ന് പറയും. എറർ 2 ടൈപ്പ് എററുണ്ട്. ഇത് കുറേ ടൈപ്പ് പറയുന്നുണ്ട്. നമുക്ക് ബേസിക്കായിട്ട് 2 ടൈപ്പ് എററുണ്ട്. ഓക്കെ, സിൻറ്റാക്സ് എററും ഉണ്ട്, ലോജിക്കൽ എററും ഉണ്ട്. ബേസിക്കായിട്ട് 2 ടൈപ്പ് എററാണ് വരുന്നത്. എന്താണ് സിൻറ്റാക്സ് എററും ലോജിക്കൽ എററും. സിൻറ്റാക്സ് എന്ന് പറയുമ്പോൾ പണ്ട് +1 +2 ഒക്കെ സയൻസ് എടുത്തവർക്ക് കാൽക്കുലേറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം കാണുന്ന സാധനമാണ് ഈ സിൻറ്റാക്സ് എറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മിസ്റ്റേക്കുകൾ. എക്സാമ്പിൾ, ഇപ്പോൾ കാൽക്കുലേറ്ററിലെ ഇൻപുട്ടാണ് ഞാൻ പറയുന്നത്. 2 + 3 -7. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കും, ഈക്വൽ ടു അടിക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, സിൻറ്റാക്സ് എറർ കിട്ടും. എന്തുകൊണ്ടായിരിക്കും, ഇവിടെ ഞാൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതതിൻ്റെ സ്ട്രക്ചറിലുണ്ടായ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ A - B
സി മൈനസ് ഡി. ഓക്കെ, ഇതെന്തായിരിക്കും? സിൻടാക്സ് എറർ ആയിരിക്കും, കാരണം വെറുതെ ഞാനൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ട്രക്ചറിലുണ്ടാകുന്ന മിസ്റ്റേക്കുകളെ സിൻടാക്സ് എറർ എന്ന് പറയും. സിൻടാക്സ് എററുകളെല്ലാം തന്നെ എവിടെ പോവും? നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അവിടെ കമ്പൈലിങ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യത്തില്ലേ? കമ്പൈലിങ്ങും ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് സിൻടാക്സ് എററുകളെല്ലാം എലിമിനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ സിൻടാക്സ് എറർ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. ലോജിക്കൽ എററാണ് പ്രശ്നം. എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നത് സം കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഞാൻ ബോധമില്ലാണ്ട് അടിച്ചപ്പോഴത്തേക്ക് സം ഈസ് ഈക്വൽ ടു a/b എന്നായിപ്പോയി. കുത്തു സൈഡ് മാറിപ്പോയതാണ്. അപ്പോൾ ഇതെന്താ പറ്റി? ഇതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? a/b എന്ന് പറയുന്നൊരു വാലിഡ് ആയിട്ടൊരു ഓപ്പറേഷനാണ്, ഡിവിഷൻ ചെയ്യുന്ന ഓപ്പറേഷനാണ്. അപ്പം ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതിൻ്റെ സ്ട്രക്ചറിലോ കാര്യത്തിലോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ എന്നോട് പറഞ്ഞത് സം ചെയ്യാനാണ്. അപ്പം നമ്മളിപ്പോൾ 4/2 എൻ്റെ അടുത്ത് 4ഉം 2ഉം കൊടുത്തിട്ട് സം ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഉത്തരം 6 കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇത് ലോജിക്കൽ എററാണ്. ഇത് കണ്ടുപിടിക്കുന്ന കാര്യം പാടാണ്. ഓക്കെ, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമാൻറ്റിക് എറർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ അതങ്ങനെ വരാറില്ല, കുഴപ്പമില്ല, നോക്കി വെച്ചാൽ സിമാൻറ്റിക് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് തന്നെയാണ്, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പൈലർ തരുന്ന മെസ്സേജുകളെ സിമാൻറ്റിക് എറർ എന്ന് പറയും. മനസ്സിലായോ? അത് സിൻടാക്സ് എററിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞ എന്താണ്, ബേസിക്കായിട്ട് 2 എണ്ണേ ഉള്ളൂ, സിൻടാക്സ് എററും ലോജിക്കൽ എററും. സിമാൻറ്റിക് എറർ എന്താണ്? കമ്പൈലർ റിപ്പോർട്ടിൽ തരുന്നത്. അപ്പോൾ ഞാൻ പറയില്ല, കമ്പൈലർ എല്ലാം കൂടെ ഒരുമിച്ച് സ്കാൻ ചെയ്തിട്ട് ഒറ്റയടിക്ക് എല്ലാ എററും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നൊരു ഏരിയ കാണും എവിടെയെങ്കിലും. അപ്പോൾ ആ മെസ്സേജ് വരുന്ന ഏരിയയിൽ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞേക്കും. അതിനെയാണ് സിമാൻറ്റിക് എറർ എന്ന് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ല, വേറെ ഒരു കേസുണ്ട്, വിച്ച് ആർ നോട്ട് മീനിങ്ഫുൾ ടു ദ കമ്പൈലർ. ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് കയറി സ്ക്വയർ റൂട്ടിന് SQRT ഓഫ് 64 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? ഇത് എററെന്നും പറഞ്ഞേ കിട്ടത്തുള്ളൂ. കാരണം SQRT എന്താണെന്ന് കമ്പ്യൂട്ടറിന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഈ SQRTൻ്റെ ഒരു ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. SQRTൻ്റെ ലൈബ്രറിയായ CMath, അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ, ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ലൈബ്രറിയും ഇതും കൂടെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ലിങ്കർ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി? ഇത് സ്ട്രക്ചറിൽ വരുന്ന മിസ്റ്റേക്ക് അല്ല. ഓക്കെ, SQRT 64 എന്ന് പറയുന്നത് സ്ട്രക്ചറിന് ഒരു പ്രശ്നവുമില്ല, കറക്റ്റായിട്ട് ബ്രാക്കറ്റും എല്ലാം ഉണ്ട്, ഫങ്ഷൻ പ്രശ്നവുമില്ല. പക്ഷേ കമ്പൈലറിന് അത് അറിയില്ല. അപ്പോൾ എന്താണ്? വിച്ച് ആർ നോട്ട് മീനിങ്ഫുൾ ടു ദ കമ്പൈലറിന് അതറിയില്ല. അത് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഒരു എന്താണോ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. ഓക്കെ, അതിനെയാണ് സിമാൻറ്റിക് എറർ എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ നമ്മുടെ മണ്ടത്തിലാണ്, ഹ്യൂമൻ മെയ്ഡാണ്. റൺ ടൈം എറർ ഉണ്ട്. റൺ ടൈം എറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റക്കായി പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഏതെങ്കിലും ഒരു ഒരു വീഡിയോ സേവ് ചെയ്യാനിട്ടേക്കുവാണ്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് സേവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ ആ ടൈം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കപ്പാസിറ്റി ഉള്ള സിസ്റ്റം ആണെങ്കിൽ പെട്ടെന്ന് തീരും, കപ്പാസിറ്റി കുറവാണെങ്കിൽ നല്ല ഡിലേ വരും. അപ്പോൾ ഓൾറെഡി അവനവിടെ നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെ വല്ല പരിപാടി പോയിട്ട് വല്ല യൂട്യൂബ് എന്ന് പറയുന്നില്ല, പോയിട്ട് ഒരു ഗെയിം കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എന്തായി? ഓവർലോഡ് എല്ലാം കൂടെ എന്തായി? എറർ സംഭവിക്കും. അപ്പോൾ അത് റൺ ടൈം എറർ, വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ആവും. പിന്നെ കുറച്ച് വേർഡ്സ്, റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയും. റിസർവ്ഡ് വേർഡ്സിൻ്റെയാണ് ഞാൻ എപ്പോഴും കിടന്ന് കീവേഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കീവേഡിൻ്റെ മറ്റൊരു പേരാണ് റിസർവ്ഡ് വേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും കുറച്ച് വേർഡ്സ് കാണും. കുറച്ച് വേർഡ്സ് അവർക്കൊരു സ്പെഷ്യൽ പർപ്പസ് കാണും, അവരെ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ SQRT എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സ്ക്വയർ റൂട്ടിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ഒരു ആവശ്യത്തിന് അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ,
C++ CPPയിൽ സി ഔട്ട് എന്ന് പറയുന്നൊരു വേർഡുണ്ട്. അതെന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. വേറെ ഒന്നിനും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ പർപ്പസ് ആണ്, വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവരെ നമ്മൾ കീവേഡുകൾ അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ് എന്ന് പറയും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എന്താണ്, എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും, ലാംഗ്വേജ് അല്ല, ഒരു എക്സാമ്പിൾ ഞാൻ നോക്കട്ടെ. സ്യൂഡോ കോഡ് നമ്മുടെ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ, പക്ഷെ പ്രോഗ്രാം ഒരുമാതിരി നമ്മൾ കഥയൊക്കെ എഴുതുന്ന പോലെ എഴുതി വയ്ക്കും. കാണിച്ചു തരാം. നമുക്കൊന്ന് മനസ്സിലാവുന്നൊക്കെ രീതിയിലേ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിളുകളൊക്കെ എന്താണ്, ഈ ആരോ മാർക്ക് എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്. ഇതിപ്പോൾ എന്താണ്, ഇഫ് എന്ന് പറയുന്നൊരു കീവേഡാണ്, ഫോർ കീവേഡാണ്. അൺടിൽ, റിട്ടേൺ, ഇതൊക്കെ ഹൈലൈറ്റ് ആയി കിടക്കുന്നുണ്ട്. ഇതൊക്കെ കീവേഡുകളാണ്. ഇതൊക്കെ അവർക്ക് അവരുടേതായ പർപ്പസ് ഉണ്ട്. പക്ഷേ ഈ ലെസ് ദാൻ ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത് നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്ന സംഭവം. അത് കോഡിൻ്റെ അതേ ഒരു ഫോർമാറ്റിൽ നമുക്ക് അറിയുന്ന രീതിയിൽ അത് എഴുതി വയ്ക്കുന്നതിനാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല, ബട്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ഇങ്ങനെ കഥയൊക്കെ പോലെ ഇച്ചിരി എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് എഴുതി വെച്ചേക്കും. ഓക്കെ, ആ ഒരു ഫോർമാറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് സ്യൂഡോ കോഡ്. ലൂപ്പിംഗ് എന്ന് പറയുന്നത് ലൂപ്പാണ്. ലൂപ്പ് എന്താണ്, റിപ്പീറ്റ് ചെയ്ത് കറങ്ങി നിൽക്കുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരേ കാര്യം തന്നെ നമ്മൾ ഒന്നിലധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ സഹായം തേടും. ഇപ്പോൾ സപ്പോസ് എനിക്ക് എന്ത് വേണം, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അറിയാമല്ലോ. ഒരേ നമ്പർ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകണം. അപ്പം അഞ്ചിൻ്റെ കൂടെ എനിക്ക് എന്ത് വേണം, എപ്പോഴും 3 കൂട്ടിക്കൊണ്ട് പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആദ്യം എനിക്ക് 5 കിട്ടണം, പിന്നെ 5 + 3 കിട്ടണം, 8 കിട്ടണം. പിന്നെ ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടണം, വീണ്ടും കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ 3 കൂട്ടണം, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരേ പ്രോസസ്സ് ഒന്നിലധികം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ സഹായം തേടും. അപ്പോൾ ലൂപ്പിങ്ങിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ഉണ്ട്. നേരത്തെ കണ്ട അതാണ് ഫോർ ലൂപ്പ്. വൈൽ ലൂപ്പ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. കൂടുതൽ പഠിക്കേണ്ട, 3 ലൂപ്പുള്ള ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. ഓക്കെ ആണല്ലോ. ഫോർ ലൂപ്പ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, ഇത് 3 എണ്ണമാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മുടെ ഓക്കെ, ഇതെന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെന്തുണ്ട്, വേറെ ഉണ്ട്, നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഉണ്ട്. നൽകാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പഠിച്ചാൽ മതി. ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടേരാം. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതെന്താണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒരേ കാര്യം ഒന്നിലധികം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഏതെങ്കിലും ഉപയോഗിക്കാം. ഇതെന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് അറിയണത് എങ്ങനെയാണ്, ഇഫ് ദ നമ്പർ ഈസ്, അല്ലെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈവൻ,
അല്ലെങ്കിൽ ഓഡ് അങ്ങനെ പറയത്തില്ലേ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫും സ്വിച്ചും, ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകളും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും കണ്ടീഷനാണ്. മറ്റേ മൂന്നെണ്ണം എന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെയും കണ്ടീഷനെയും കൂടെ അവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്നതാണ്. ലൂപ്പിംഗ് എന്ന് പറയുന്നത് ഇസ് എ കൺട്രോൾ സ്ട്രക്ചറാണ്. അതെന്തിനാണത്? ഒരേ കാര്യം ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഫ്ലോ ചാർട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സിമിലർ ഫോമാണ്. പഠിക്കാനുള്ള ഇതല്ല, DFD ടേം നോക്കി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ വേണം നോക്കണം. ഡാറ്റ ഫ്ലോ ഡയഗ്രാം കണ്ടോ? അതിങ്ങനെ ഇങ്ങനെ വരച്ച് അങ്ങ് പോകും. നടക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് പക്ഷേ ഫ്ലോ ചാർട്ട് പോലല്ല, നമ്മളെല്ലാം സാധാരണ ചാർട്ടൊക്കെ മേക്ക് ചെയ്യുന്ന പോലെ. ഇവിടുന്ന് ഇവിടെ പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. നമുക്കൊരു ഒന്നുമില്ല, ഇത്രയുള്ള സംഭവമൊന്നുമില്ല. മറ്റേ നമ്മുടെ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇതിൻ്റെ സോഫ്റ്റ്വെയറുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ എടുക്കാം, ഓൺലൈനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്നത്. ബാക്കി ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ.